ഗൈസ് നമുക്കിന്ന് ഈവനിങ് എന്താണ് മുളക് ബജി ഉണ്ടാക്കാം. കടിക്ക്. നമുക്ക് മാവ് തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് കുറച്ച് കടലമാവും ഒരല്പം അരിപ്പൊടി ഇടുന്നുണ്ട്. അരിപ്പൊടി ഇടുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ നമ്മുടെ മുളക് ബജി. പിന്നെ ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കുറച്ച് മുളക് പൊടി ഇടാം. പിന്നെ ഒരു അല്പം കായപ്പൊടി ഇടുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം. ഒരുപാട് ലൂസ് ആവരുത് കേട്ടോ, കുറച്ച് കട്ടിയായിട്ടിരുന്നാലേ ഈ മാവിൽ നമുക്ക് മുക്കി ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഒരു അല്പം സാമ്പാർ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ സാമ്പാർ പൊടിയുടെ ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിന്റെ കുരു കളയാം, അല്ലെങ്കിൽ നല്ല ഇരിയായിരിക്കും കേട്ടോ. അത് ഇതുപോലെ ഇങ്ങനെ നീളത്തിന് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ എടുക്കാം. പക്ഷെ കുറച്ച് നേരത്തെ വെള്ളത്തിൽ ഇടുന്നുണ്ട്. ഇതിപ്പോൾ ലേറ്റായി പോയി. ഇപ്പോൾ തൽക്കാലം പോട്ടെ. ഇതുപോലെ ഇങ്ങനെ എടുത്ത് കളയണം കേട്ടോ സീഡ്. അല്ലെങ്കിൽ ചില മുളക് ഭയങ്കര എരിയായിരിക്കും. ഇതിപ്പോൾ ഇങ്ങനെ ഉള്ളതെന്ന് അറിയില്ല. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ ഇട്ടേക്കാം. ആ ഉപ്പ് വെള്ളത്തിൽ കിടക്കട്ടെ. അപ്പോൾ ആ എരിയുടെ ഒരു ഇതൊന്നും മാറിയിട്ടാം. ഇതുപോലെ എല്ലാത്തിനും ഇതുപോലെ ആക്കി എടുക്കാം. എല്ലാത്തിൻ്റെ സീഡ് കളഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കണ്ണു നീറേ സൂക്ഷിച്ച മുളകാണ്. കുറച്ച് മാവ് ബാക്കി വന്നു കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഒരു ബ്രെഡും കൂടെ മുക്കി പൊരിക്കാൻ വേണ്ടി. അപ്പോൾ ഗൈസ് നമ്മുടെ മുളക് ബജി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ചായയും കൂടെ ഇടാം. ചായ ഇട്ട് വെച്ചേക്ക് കേട്ടോ, എടുത്ത് ഒഴിച്ചാൽ മതി. നമ്മുടെ മുളക് ബജി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. മാവൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ മുളക് ഭയങ്കര എരിയായിരുന്നു കേട്ടോ. കാരണം നമ്മൾ കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിൽ ഇട്ടോളായിരുന്നു. ഭയങ്കര എരിയായിരുന്നു. അതിൽ വലിയൊരു മുളകുണ്ടല്ലോ, അത് മാത്രം എരിയില്ല, ബാക്കിയൊക്കെ ഭയങ്കര എരിയാണ്. ലാസ്റ്റ് നമ്മൾ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചാട്ടോ എരി മാറ്റിയത്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ ഗൈസ്.